സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 24 വാക്യത്തെ വായിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ മിസ്രയീമിലെ ധനത്തേക്കാൾ യേശുക്രിസ്തുവിന്റെ നിന്ദയാണ് വലിയ ഭാഗ്യമെന്ന് മനസ്സിലാക്കി. മോശ ജനിച്ച സമയത്ത് ഇസ്രായേൽ മക്കൾ പെരുകി വരുന്നു എന്ന് പറഞ്ഞ് 12 ഗോത്രങ്ങളിൽ നിന്നും വന്നവരായ ആളുകൾ ലക്ഷക്കണക്കിന് ആകുവാനിടയായി. ഏകദേശം 120 ആളുകളാണ് ആ ദേശത്തിലേക്ക് പോയത്. എന്നാൽ പടിപടിയായിട്ട് അവർ പെരുകി ലക്ഷക്കണക്കിന് ആളുകൾ ആകുവാനിടയായി. മിസ്രൈമിലെ രാജാവ് ഇവരെ നോക്കിയിട്ട്, ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുകുന്നത്? എത്ര ആളുകളാണ് കൂടിയത്? ഇവരുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ നമ്മെക്കാൾ ബുദ്ധിയുള്ളവരാണ്, നമ്മെക്കാൾ ജ്ഞാനമുള്ളവരാണ്. ഇവരെ ഇങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ ഇവർ നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ജനിക്കുന്നതായ ആൺകുട്ടികളെ അപ്പോൾ തന്നെ കൊന്നുകളയുക എന്ന് കൽപ്പന പുറപ്പെടുവിക്കുവാൻ ഇടയായി. അങ്ങനെ ഭയങ്കരമായ ഒരു ദിവസങ്ങളിലാണ് മോശ ജനിക്കാനിടയായത്. മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. മാതാവ് ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ അതിനെ കൊല്ലുവാൻ തോന്നിയില്ല. ദൈവഭയമുള്ളതായ ശുശ്രൂഷക്കാരും ആ കുഞ്ഞിന് ഒരു ദോഷവും ചെയ്യുവാൻ മുതിർന്നില്ല. 3 മാസത്തോളം ആ കുഞ്ഞിനെ ആ മാതാവ് ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഇനിയും ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയില്ല. അവൻ ഒച്ച വയ്ക്കുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ദേശത്ത് കുപ്പത്തൊട്ടിൽ കളയുന്നത് പോലെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞില്ല. എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി ഒരു ഞാങ്ങണ പെട്ടകമുണ്ടാക്കി ആ കുഞ്ഞിനെ പെട്ടകത്തിനുള്ളിൽ വെച്ചിട്ട് നൈൽ നദിയിൽ വിടുവാൻ ഇടയായി. മിരിയാം എന്ന് വിളിക്കുന്ന ആ മോശയുടെ സഹോദരിയോട് ആ ഞാങ്ങണപ്പെട്ടി എങ്ങോട്ടൊഴുകുന്നു എന്ന് നോക്കുവാൻ വേണ്ടി അയച്ചു. ആ കൊച്ചുകുട്ടി അപ്പോൾ തൻ്റെ സഹോദരനെ കാണുന്നതിന് വേണ്ടി ഓടി വന്നിരിക്കാം. ആ പെട്ടി വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോയിട്ട് ഒരു സ്ഥലത്ത് ഫറവോന്റെ പുത്രി കുളിക്കുന്നതായ ആ സ്ഥലത്ത് വന്നിട്ട് ആ പെട്ടി തങ്ങി നിൽക്കാനിടയായി. അത് കണ്ടതായ ഫറവോന്റെ പുത്രി അത് തുറന്നു നോക്കുകയും അതിൽ ശിശുവിനെ കാണുകയും ആ കുഞ്ഞിനെ എടുക്കുകയും ചെയ്തു. അവൾ ഒരുപാട് സന്തോഷിച്ചു. അവന് പേരിട്ടത് ആരാണെന്നറിയാമോ? ആ ഫറവോന്റെ പുത്രി തന്നെയാണ്. ഇവനെ വെള്ളത്തിൽ നിന്ന് കിട്ടിയവൻ ആയതുകൊണ്ട് മോശ എന്ന് പേരിട്ട് ഞാൻ വളർത്താൻ പോവുകയാണ് എന്ന് വിചാരിച്ചപ്പോൾ ഈ മിരിയാം അത് കാണാനിടയായി. ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ആയ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് മിരിയാം ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് കൊണ്ടുവന്നു. ആരെയായിരുന്നു? മാതാവിനെ. ദൈവിക വിഷയങ്ങൾ എത്ര വലുതാണെന്ന് നോക്കുക. നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശമ്പളം വാങ്ങുമോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തുവാൻ അവസരം ലഭിക്കുമോ? ഈ മോശ എവിടെയാണ് വളരുവാനിടയായത്? രാജകൊട്ടാരത്തിലാണ് വളർന്നു വന്നത്. ഈ സ്ത്രീ അവന് പാലുകൊടുത്ത് അവനെ വളർത്തി. ആയയുടെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞിനെ വളർത്തി. സ്വന്തം അമ്മയാണെന്ന് ആ കുഞ്ഞിന് അറിയില്ലായിരുന്നു. ആ രാജകുമാരിക്കും അറിയില്ലായിരുന്നു. അവൾക്കവർ എല്ലാ ദിവസവും സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ മോശ വളർന്നു വലുതായപ്പോൾ അവന് മനസ്സിലായി. മോശ മുതിർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവൻ മിസ്രൈമിനെ കൊന്ന സമയത്ത് അത് കണ്ടുനിന്ന ആരോ ഒരാൾ ആ വിഷയം പറഞ്ഞുകൊടുത്തു. നീ മിസ്രൈമിന്റെ പുത്രനല്ല എന്ന്. ഇവിടെ ഈ അടിമവേല ചെയ്യുന്നതായ ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ ദൈവം യഹോവയാണ് എന്ന് പറയുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ ഞാൻ? അടിമവംശത്തിൽ പിറന്നവനാണോ ഞാൻ? ഈ രാജാവിൻ്റെ വംശത്തിൽ പിറന്ന വ്യക്തിയല്ലേ? മോശയുടെ മുമ്പിൽ പ്രശ്നമുണ്ടായി. അവൻ വളർന്ന് 40 വയസ്സ് ആയപ്പോഴേക്കും
ഇന്നത്തെ മനുഷ്യരെ സംബന്ധിച്ച് ആയുർദൈർഘ്യം വളരെ കുറവാണ്. എന്നാൽ 40 വയസ്സെന്ന് പറയുമ്പോൾ ആ കാലത്ത് യൗവനക്കാരൻ്റെ പ്രായമാണ്. ഒരു ശരിയായ തീരുമാനം എടുക്കുവാനുള്ളതായ പ്രായമാണ്. മിസ്രയീമിലെ ധനവും രാജസിംഹാസനവും വേണോ, അതോ ദൈവവും ദൈവത്തിൻ്റെ ജനത്തോടൊപ്പമുള്ള കഷ്ടതയുമാണോ വേണ്ടത്? തീരുമാനമെടുക്കൂ. നിങ്ങളാണെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കും? മോശ എന്താണ് തിരഞ്ഞെടുത്തത്? വിശ്വാസത്താൽ മോശ മിസ്രയീമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലുതെന്ന് എണ്ണുവാൻ ഇടയായി. അവൻ ധനത്തെ സ്നേഹിച്ചില്ല. ധനത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ദൈവദാസനാകുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ധനം ആവശ്യമാണ്. എന്നാൽ ധനമുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ വേല നടക്കൂ എന്ന് ചിന്തിക്കുന്നത് അറിവില്ലായ്മയാണ്. പണം മുടക്കി ദൈവവേല ചെയ്യാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ചെയ്യാത്ത വേല എത്ര വലിയ വേലയാണെങ്കിലും കത്തിയെരിഞ്ഞിട്ട് ബാക്കി വരുന്നതായ ചാരത്തിന് തുല്യമാണ്. ഈ കാലത്ത് വിശ്വാസത്തോടുകൂടി ദൈവവേല ചെയ്യണമെന്ന ആശ ഉള്ള ആളുകൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവേല ചെയ്യണമെന്ന് ആശിക്കുന്ന ആളുകൾ, ഈ കാലത്ത് ദൈവവേല ചെയ്യുവാൻ അനേകർ മുൻപോട്ട് വരുന്നു. കാരണം അവർ നോക്കുമ്പോൾ സുഖസൗകര്യങ്ങളാണ്. ഒരു സഹോദരൻ വന്നതിനോട് പറഞ്ഞു, ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയുകയാണ്, ജോലിയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്ന്. അതായത് ദൈവവേല ചെയ്യുന്നത് സുഖമാണെന്ന് വിചാരിച്ചാണോ വരുന്നത്? എന്താണ്? ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല, അതുകൊണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ദൈവവേല ചെയ്താൽ ശമ്പളം കിട്ടുമെന്നാണോ? ഇതെന്തൊരു രീതിയാണ്? യേശുക്രിസ്തു നിമിത്തം ആരെങ്കിലും കഷ്ടത വഹിച്ചാൽ അവർ ദൈവത്തിൻ്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെടും. അവർ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ സ്വർഗീയ ശക്തിയെ അവരുടെ കരത്തിൽ കൊടുക്കും. ഒരു മനുഷ്യൻ പണത്തിൻ്റെ വിഷയത്തിൽ വിശ്വസ്തനാകുന്നില്ല എങ്കിൽ, നശിച്ചു പോകുന്നതായ ധനത്തിൻ്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ വിശ്വസ്തനാകുന്നില്ല എങ്കിൽ, അല്പത്തിൽ വിശ്വസ്തനാകുന്നില്ല എങ്കിൽ വലിയവ ആരാണ് കൊടുക്കുന്നത്? ദൈവം മോശയ്ക്ക് എത്ര വലിയ അധികാരമാണ് കൊടുത്തത്! ഒരു രാജാവ് വടി നീട്ടിയാൽ സമുദ്രം 2 ഭാഗമാകുമോ? രാജാവ് കൽപ്പിച്ചാൽ ചെങ്കടൽ 2 ഭാഗമാകൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമോ? ദേശത്ത് ആഹാരമില്ല, വളരെ കഷ്ടതയായിരിക്കുന്നു, വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു, ദേശത്ത് വലിയ ക്ഷാമമാണ് എന്ന് നായകന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ആകാശമേ ജനത്തിനാവശ്യമായ ഭക്ഷണം കൊടുക്കൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തയക്കാൻ കഴിയുമോ? നിന്നെ പരിപാലിക്കുന്ന ദൈവം ആകാശം തുറന്ന് സകല ജനത്തെയും പരിപാലിക്കുന്ന ദൈവമാണ്. അവനിൽ നീ വിശ്വാസം അർപ്പിക്കൂ. അവൻ നൽകുന്ന അധികാരത്തിനു വേണ്ടി നീ പ്രത്യാശിക്കൂ. അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കൂ. ഭരണിയിലെ എണ്ണ തീർന്നുപോയില്ല. ക്ഷാമകാലം മുഴുവൻ അവർ സുഖമായി കഴിഞ്ഞു. അതാണ് അനുഗ്രഹം. അതാണ് അനുഗ്രഹം. മിസ്രയീം സിംഹാസനം വേണ്ട എന്ന് മോശ വിചാരിച്ചു. ജയിക്കുന്നവന് ദൈവം സിംഹാസനം കൊടുക്കുമല്ലോ. ആ സ്വർഗീയ സിംഹാസനം എനിക്ക് വേണമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വർഗീയ പിതാവിനെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്, ഈ ലോകത്തിലെ സന്തോഷമല്ല, അധികാരം കാണിക്കുന്നതല്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ അധികാരം കാണിക്കുവാൻ വന്നവനല്ല, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാൻ വന്നവനല്ല, ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ വന്നവനാണ്. എനിക്ക് വേണ്ടി ജീവിക്കുവാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് പിതാവ് എന്നെ അയച്ചത്. യേശു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവനു വേണ്ടിയല്ല അവൻ ജീവിച്ചത്. ആരെങ്കിലും യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് പഠിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കണം നീ ജീവിക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് നിന്നിൽ കൂടി കൊടുക്കണം. മോശ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സേവ ചെയ്യുവാൻ ആഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു എഞ്ചിനീയറിൻ്റെ മകനായിട്ട് ജനിച്ചപ്പോഴും എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എനിക്ക് പഠിക്കണം, അതുപോലെ നല്ല നിലയിൽ ജീവിക്കണം, ഒരുപാട് പണം സമ്പാദിക്കണം എന്നുള്ളതായ ആശയിൽ പിതാവിനും അതായിരുന്നു ആഗ്രഹം മാനസാന്തരത്തിന് മുൻപ്. എന്നാൽ എപ്പോഴാണോ മാനസാന്തരപ്പെട്ടത്, എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടതിന് ശേഷം പറഞ്ഞു, ജയ്പോൾ നീ മാനസാന്തരപ്പെടേണ്ടതാണ്, ദൈവത്തിൽ നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് 3 മാസം എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവസാനം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ സമർപ്പിച്ച കണ്ണുനീരോടുകൂടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി കാത്തിരുന്നതായ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവഹിതം നിറവേറണം. എൻ്റെ പിതാവിനോട് കർത്താവ് പറഞ്ഞു, ആദ്യഫലം ദൈവത്തിനുള്ളതാണെന്ന്. എന്നോടും ദൈവത്തിൻ്റെ വചനം ഇടപെട്ടു, ജാതികൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ ആദ്യ സമയത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്കെല്ലാം യേശുക്രിസ്തു ആയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഞാൻ ആശ്രയിക്കുന്നത് യേശുവിൽ മാത്രമാണ്. അതായിരുന്നു എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ സാക്ഷ്യം കൂടുതൽ വിവരിക്കുന്നില്ല. ഏകദേശം 9 വർഷത്തോളം മദ്രാസിൽ താമസിച്ചതിന് ശേഷം
കോയമ്പത്തൂരിൽ ഉള്ളതായ ഒരു ഉൾനാടിലേക്ക്, ഗ്രാമത്തിലേക്ക് എന്നെ ദൈവദാസന്മാർ അയക്കാനിടയായി. എന്നോട് അവിടെ തന്നെ താമസിക്കുവാൻ പറഞ്ഞു. പാഴായി കിടക്കുന്നതായ ഒരു ഭൂമി കാണിച്ചു തന്നിട്ട് ഇവിടെ ദൈവത്തിൻ്റെ ആലയം പണിയണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനെന്താണോ എഞ്ചിനീയറാണോ ദൈവത്തിൻ്റെ ആലയം പണിയാൻ? അങ്ങനെയല്ല. ഈ മുൾച്ചെടിയെല്ലാം ഇവിടെ നിന്ന് വലിച്ച് പറിച്ചു കളഞ്ഞ് ഇതിനു ചുറ്റും വേലി കെട്ടുക. നിങ്ങൾക്കറിയാമോ ഇല്ലയോ? ഞാൻ അങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ആ മുള്ളെല്ലാം ഞാൻ വെട്ടിമാറ്റി. എൻ്റെ കയ്യിലെല്ലാം മുള്ളു കൊള്ളുവാൻ ഇടയായി. കയ്യിൽ നിന്ന് രക്തവും കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നതായ സമയത്ത് ഹല്ലേലൂയ, സ്തുതി, സ്തോത്രമെന്ന് ഞാൻ പാടുമായിരുന്നു. പിന്നെ എന്ത് ചെയ്യണം? അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താണ് കർത്താവെ പരിശോധിക്കുന്നത്? എന്താണ് ഈ ശോധനയിൽ അകപ്പെടുത്തുന്നത്? ഒരു ഷെഡ് പണിത് ചർച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഷെഡ് പണിയുവാനിടയായി. പിന്നീട് അവിടെ തെങ്ങ് വയ്ക്കാൻ പറഞ്ഞു. തെങ്ങ് വെച്ചിട്ട് അതിന് വെള്ളം കോരാൻ പറഞ്ഞു. അത് കാരമാട എന്ന് വിളിക്കുന്ന ഒരു ഉൾഗ്രാമം ആണ്. ഗ്രാമത്തിൽ എല്ലാവർക്കും കൂടി ഒരേ ഒരു കിണർ മാത്രമേ ഉള്ളൂ. 70-80 അടിയുള്ളതായ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി വൈകുന്നേരമാവുമ്പോൾ എല്ലാ ആളുകളും അവിടേക്ക് വരുവാനിടയാകും. അപ്പോൾ ഞാനും അവിടേക്ക് തെങ്ങിനു വേണ്ടി വെള്ളം കോരുവാൻ വേണ്ടി ചെല്ലും. എനിക്ക് 2 വലിയ ഇരുമ്പിൻ്റെ കുടങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 കുടങ്ങളിലും ഞാൻ കയറ് വെച്ചിട്ട് സൈക്കിളിന് 2 വശത്തും കെട്ടിയിട്ട് കിണറിൻ്റെ അരികിലേക്ക് ചവിട്ടിക്കൊണ്ട് ചെന്ന് വെള്ളം കോരി നിറച്ചിട്ട് വീണ്ടും ചവിട്ടിക്കൊണ്ട് വന്നിട്ട് തെങ്ങിനൊഴിക്കണമായിരുന്നു. വീണ്ടും ഞാൻ വെള്ളം കൊണ്ടുവരണമായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കിണറിൻ്റെ അരികിൽ ഒരുപാട് ആളുകൾ കാണും. അക്കൂട്ടത്തിൽ സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ, പുരുഷന്മാർ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് 28-29 വയസ്സാണ് പ്രായം. ഒരു ദിവസം വെള്ളം നിറച്ച കുടങ്ങൾ സൈക്കിൾ വെച്ച് കെട്ടിയിട്ട് വരുന്ന സമയത്ത് കയറ് പൊട്ടി ഒരു കുടം അങ്ങോട്ടും മറ്റൊരു കുടം ഇങ്ങോട്ടും റോഡിൽ കൂടി ഉരുണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് കണ്ടില്ലേ? അതേപോലെ തന്നെ അവിടെ നിന്ന സ്ത്രീകളെല്ലാം തന്നെ ഹ എന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും പറയൂ? എന്തു ചെയ്യാൻ കഴിയും എനിക്കപ്പോൾ? വീണ്ടും ആ കുടമൊക്കെ പോയി എടുത്ത് തലകുനിച്ചുകൊണ്ട് ആ കുടമൊക്കെ കെട്ടി കൊണ്ടുവരുന്നതായ സമയത്ത് ഒരു നീല അംബാസഡർ കാർ അതിൽ പാഞ്ഞുപോയി. അപ്പോൾ തന്നെ പിശാചനോട് ചോദിച്ചു, എടാ ജയ്പാളെ, നീ എന്തിനാടാ ഈ കഷ്ടപ്പെടുന്നത്? എൻ്റെ അപ്പനും ആ കാലത്ത് അതേപോലെ തന്നെ ഒരു നീല അംബാസഡർ കാർ ഉണ്ടായിരുന്നു. എടാ, നീ ഇതുപോലെയുള്ള കാറിൽ നടക്കേണ്ടവനായ വ്യക്തിയാണ്. നീ ഡോക്ടറാകാമെന്ന് പറഞ്ഞതല്ലേ? അതെല്ലാം വിട്ടിട്ട് നീ ദൈവവേലയ്ക്കിറങ്ങി. എന്തൊരു വേലയാടാ നീ ചെയ്യുന്നത്? പരിഹാസവും നിന്നയും സഹിച്ചുകൊണ്ട് എന്തൊരു ദൈവവേലയാണ് നീ ചെയ്യുന്നത് എന്നൊക്കെ പിശാച് എന്നോട് 2 ചെവികളിലും മാറി മാറി പറയുകയാണ്. ലജ്ജയില്ലേടാ നിനക്ക്? നീ തിരിച്ചു പോകൂ, നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകൂ. ആ കാലത്ത് ഞാൻ അനുഭവിച്ചതായ പോരാട്ടം. തിരിച്ചു പോകണമോ, നിൽക്കണോ? ദൈവവേല ചെയ്യണമോ, സ്വന്തം ഇഷ്ടം ചെയ്യണമോ? എന്താണ് ചെയ്യേണ്ടത്? ആ ദിവസം എൻ്റെ കൺമുൻപിൽ ഈ വചനം ഇങ്ങനെ ഫ്ലാഷായിട്ട് പോയി. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ഈ വചനം ഓർക്കും. എൻ്റെ കൺമുൻപിൽ പോയ ഈ വചനമാണ് എൻ്റെ ജീവിതത്തെ അന്ന് മാറ്റിയത്. വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ മിസ്രൈമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി അല്പകാലത്തേക്കുള്ള സുഖ സൗകര്യങ്ങൾ, കാറിൽ യാത്ര ചെയ്ത് സുഖമായി ജീവിച്ച് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നടക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മക്കളോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നത് ശ്രേഷ്ഠതയാണ്. യെസ്, എൻ്റെ ദൈവത്തിൻ്റെ വേല എത്ര കഷ്ടതയാണ് എങ്കിലും ഞാൻ ചെയ്യും എന്നന്ന് തീരുമാനമെടുത്തു. അതിനടുത്ത ദിവസം തന്നെ എന്നെ നീലഗിരി എന്ന പ്രദേശത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി അവർ പറഞ്ഞുവിട്ടു. മലയുടെ മുകളിലേക്ക് നടന്നു കയറിപ്പോണം. 7-8 കിലോമീറ്റർ മണിക്കൂറുകൾ കൊണ്ടാണ് കയറുന്നത്. കുത്തനെ നിൽക്കുന്നതായ മലയുടെ മുകളിലേക്കാണ് കയറേണ്ടത്. അവിടെ നടപ്പാതകളേ ഉള്ളൂ, റോഡുകളില്ല. രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ആഹാര സാധനം അത് പാത്രത്തിലെടുത്തിട്ട് 2 കുപ്പി വെള്ളവും എടുത്തിട്ട് നടക്കും. ഇടയ്ക്കൊന്നും ലഭിക്കില്ല, വനമാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ആ മലയിലേക്ക് കയറി മുകളിലേക്ക് കയറി പോകുമായിരുന്നു. ചില സമയത്ത് 3-4 സഹോദരന്മാരും എൻ്റെ കൂടെ കാണുമായിരുന്നു. അതൊരു ചെറിയ ഗ്രാമമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നപ്പോൾ നോക്കൂ, വളരെ കുറച്ച് ആളുകളെ അവിടെയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും ആളുകൾ വന്നിരിക്കുന്നുവല്ലോ. അന്ന് അത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ടും വിയർപ്പൊഴുക്കിക്കൊണ്ട് ആ മലയൊക്കെ കയറി അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടി 7-8 വീടുകൾ മാത്രമായിരുന്നു അവിടെയുള്ളത്. കൂടി വന്നാൽ അവിടെ ഒരു 15 പേർ കാണും. അതും ആദിവാസികളായ ജനങ്ങളാണ്. അവർക്ക് നല്ല വസ്ത്രം കാണുകയില്ല, ക്ഷീണിച്ച അസ്ഥികൂടം പോലെയുള്ള ആളുകൾ. നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല, ആദിവാസി ഭാഷയാണ് അവരുടേത്. അത്രയും കഷ്ടപ്പെട്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ കാണുമ്പോൾ ഓടിപ്പോയിട്ട് മരത്തിൽ കയറിയിരിക്കുമായിരുന്നു പേടിച്ച്. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നപ്പോൾ ഒരു സ്തോത്രം പോലും പറയാതെ ഓടിപ്പോവുകയാണോ? ഇങ്ങനെ ദൈവവേല ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. എന്തിനു ഞാനിത് ചെയ്യണം? അല്പകാല പാപഭോഗത്തെക്കാളും
സുഖ സൗകര്യത്തോടെ ദൈവവേല ചെയ്തതിനേക്കാളും നശിച്ചു പോകുന്നവരെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടാണ് ഞാൻ വന്നത്. അടുത്ത ദിവസം ചോക്ലേറ്റൊക്കെ ആയിട്ട് പോയി. അവിടെ ചെന്ന് പാട്ടൊക്കെ പാടി. പാട്ട് പാടുന്നതായ സമയത്ത് എനിക്ക് മനസ്സിലായി പാട്ടുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടെന്ന്. അങ്ങനെ പതിയെ പാട്ടൊക്കെ കേട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാനിടയായി. അവരെ മുൻപിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ അവരോട് വചനം സംസാരിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല. വചനമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒന്നും മനസ്സിലായില്ല. 2 കമ്പ് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ക്രൂശാണ്. എൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് ക്രൂശീകരിക്കുന്നത് പോലെ നിർത്തിയിട്ട്, നോക്കൂ ഇങ്ങനെ യേശുവിനെ ക്രൂശീകരിച്ചു എന്ന് ഉപമ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച്, ഒരു സമയത്ത് ഞങ്ങളെ കണ്ട് ഓടിപ്പോകുന്ന ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ മിഠായി 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 വാങ്ക വാങ്കേ, ഞങ്ങൾ മിഠായി ആണെന്നാണ് പറയുന്നത്. മിഠായി കൊടുക്കുന്ന ആളുകൾ വന്നെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. നാട്ടുകാരെല്ലാം, ആ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം വിളിച്ച് അവർ ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കുമായിരുന്നു. 2 വർഷം അവിടെ ദൈവവേല ചെയ്തു. പ്രസവവേദന അനുഭവിക്കാതെ ആത്മാക്കളെ പ്രസവിക്കാൻ കഴിയില്ല. ഒരു മാതാവിന് പ്രസവവേദന അനുഭവിക്കാതെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. ഒരു യഥാർത്ഥ ദൈവദാസന് ഒരു ആത്മാവിനു വേണ്ടി പ്രസവ വേദന അനുഭവിക്കാതെ നരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ, പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായി ഒരു വ്യക്തിയെ വിടുവിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഉപദേശകന്മാർ ഒരുപാട് പേരുണ്ട്, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. ഞാൻ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ പിതാവ് ആകുന്നു. കർത്താവിനു വേണ്ടി ആത്മാക്കളെ നേടണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഹിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ അകത്തെ കൊന്നുകളയാതെ, നമ്മുടെ സുഖസൗകര്യങ്ങൾ മാറ്റിവെക്കാതെ, നമ്മുടെ സ്വാർത്ഥത വിട്ടുകളയാതെ ദൈവത്തിന്റെ മക്കളായിട്ട് ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. ചാർലസ് ഫിന്നി എന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്നതായ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ എല്ലാ പ്രസംഗത്തിന്റെയും പിന്നിൽ ഒരുപാട് കണ്ണുനീരുണ്ടായിരുന്നു. വളരെ വേദനയുണ്ടായിരുന്നു. അന്ന് ഇത്രമാത്രം സൗകര്യങ്ങളില്ലായിരുന്നു, ഇതുപോലെയുള്ള ടെക്നോളജീസ് ഇല്ലായിരുന്നു. അത്ര കഷ്ടത നിറഞ്ഞതായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സമയത്ത് ഉണർവിന്റെ ജ്വാലകൾ ഉണ്ടാവുകയും പാപികൾ പശ്ചാത്തപിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ വന്നതായ ആളുകൾ കുറച്ചുപേരാണെങ്കിലും അവർ എല്ലാവരും 100% അവർ മരിക്കുന്നതുവരെയും കർത്താവിനു വേണ്ടി വിശ്വസ്ത സാക്ഷികളായിട്ട് ജീവിച്ചു. അദ്ദേഹം മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു പട്ടണത്തിൽ മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ നമ്മെപ്പോലെ 3 ദിവസമെന്ന് പറയില്ല. ആരംഭ ദിവസം മാത്രം പറയും. അവസാന ദിവസം എന്നാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പൂർണ്ണമായും നിറവേറുന്നതുവരെ അത് 10-15 ദിവസം എടുക്കാം. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ചെന്ന് പ്രസംഗം ചെയ്യുകയാണെങ്കിൽ വലിയ ഉണർവ് അവിടെ ഉണ്ടാകുവാനിടയാകുമായിരുന്നു. ആ മീറ്റിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളതായ സിനിമാ ഹാളുകൾ പൂട്ടുമായിരുന്നു. കാരണം ആരും പോകില്ലായിരുന്നു. മദ്യഷാപ്പുകളെല്ലാം അടയ്ക്കുവാനിടയായി. സിഗരറ്റ് വലിയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ ശൂന്യമായി കിടക്കുമായിരുന്നു. പോലീസുകാർക്ക് ഒരു പണിയും കാണില്ല. ആരും കംപ്ലൈന്റുമായിട്ട് പോകില്ല. വക്കീലന്മാർക്ക് ജോലിയില്ലെന്നാണ്. എന്താണ്? അത്രമാത്രം മാറ്റമുണ്ടായി. ഹല്ലേലൂയ! ദൈവം ആ രീതിയിലുള്ള മറ്റൊരു യഥാർത്ഥ ഉണർവിനെ ഈ ലോകത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അയക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുമാറാകട്ടെ. ഒരുപാട് ദേവദാസന്മാർ ചേർന്ന് ഇത്രയും പ്രസംഗങ്ങൾ ചെയ്ത് ഇത്രയും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഈ മീഡിയയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എത്ര ആളുകളെ യേശുവിന്റെ സൈന്യമായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. എനിക്ക് മിസ്രൈമിന്റെ സമ്പാദ്യം വേണ്ട, എനിക്ക് പാപത്തിന്റെ താൽക്കാലിക സുഖം വേണ്ട, എനിക്ക് വേണ്ടത് കാൽവറി ക്രൂശാണ്, എനിക്ക് വേണ്ടത് യേശുക്രിസ്തുവിന്റെ ഹിതം എന്താണെന്നാണ് എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്ന ആളുകൾ ഇല്ല എങ്കിൽ ഈ ലോകത്തിന് മാനസാന്തരം ഉണ്ടാകില്ല. ഈ ലോകത്തിൽ മാറ്റമുണ്ടാകില്ല. പച്ചമരത്തിന് ഈ അവസ്ഥയാണെങ്കിൽ ഉണങ്ങിയ വൃക്ഷത്തിന്റെ അവസ്ഥ എന്താകും? ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുകയാണെങ്കിൽ പിന്നെ ഉണങ്ങിപ്പോയതായ അവിശ്വാസിയായിരിക്കുന്നതായ ജനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പറയൂ. ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ഉണർവിനെ അയക്കാമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു തീരുമാനമെടുക്കണം. പാപത്തെ നാം ഉപേക്ഷിക്കണം, പശ്ചാത്തപിക്കണം, സ്വഭാവങ്ങൾ മാറ്റണം, സംസാരം മാറ്റണം, പ്രവൃത്തികൾ മാറ്റണം, അനുദപിക്കണം. അതാണ് യേശുവിന്റെ സ്നേഹം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. സാധാരണ ദൈവദാസന്മാർ പ്രസംഗം തയ്യാറാക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ, ദൈവം പ്രസംഗകരെ തയ്യാറാക്കും. ദൈവം പ്രസംഗകരെ ഒരുക്കാനിടയാകും. ദൈവം ഒരുക്കിയെടുത്തതായ പ്രസംഗകർ ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെട്ടവരായതുകൊണ്ട് അവർ പ്രസംഗം തയ്യാറാക്കേണ്ട കാര്യമില്ല. അവരുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമാണ്. ജീവിതം തന്നെ ഒരു മാതൃകയാണ്. നമുക്ക് മോശ മാതൃകയായിട്ട് മാറി. ഇപ്പോഴും മോശയുടെ കാര്യം നാം പറയുന്നു. അന്നുണ്ടായിരുന്ന മോശ ഇപ്പോഴും നമുക്ക് മാതൃകയായിരിക്കുന്നു. അന്നുണ്ടായിരുന്ന മോശ ഇപ്പോഴും നമ്മെ ഉപദേശിക്കുന്നു. ദൈവം മോശയെ തിരഞ്ഞെടുക്കാനിടയായി. ദേശക്കാരനായ വ്യക്തിയെ, സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് രാജകൊട്ടാരത്തിലായിരുന്ന വ്യക്തിയെ ആ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് സൗമ്യനായിട്ട് താഴ്മയുള്ളവനായി
പ്രാർത്ഥനാ ശക്തിയുള്ളവനായി ദൈവശക്തിയെ ഭൂമിയിലേക്ക് ഇറക്കുവാൻ കഴിയുന്നതായ ദൈവത്തിന്റെ ദാസനാക്കി മാറ്റി. അവൻ ലോകത്തെ സ്നേഹിച്ചില്ല, സുഖത്തെ സ്നേഹിച്ചില്ല, അധികാരത്തെ സ്നേഹിച്ചില്ല, ധനത്തെ സ്നേഹിച്ചില്ല. മോശെ എവിടെയും അധികാരം കാണിച്ചില്ല. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, നിങ്ങൾ ഞങ്ങളെ ശുശ്രൂഷിക്കണം. അങ്ങനെയല്ല, ദൈവമക്കൾ എല്ലാവരും സൈനികരാണ്. യേശുവിനു വേണ്ടി നാം എല്ലാവരും സൈനികരാണ്. ദൈവദാസൻ എങ്ങനെയായിരിക്കണം? നീ എങ്ങനെയായിരിക്കണം? ഞാൻ എങ്ങനെയായിരിക്കണം? യേശുക്രിസ്തു ആയിരുന്നതുപോലെ നാമും ആയിരിക്കണം. അവനാണ് നമ്മുടെ മാതൃക. ഞങ്ങൾ നിങ്ങളെപ്പോലെയാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. ഒരു ദൈവദാസനെയും ആരാധിക്കരുത്. വേണമെങ്കിൽ ബഹുമാനിക്കുക, യേശുവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുക, അതല്ലാതെ ആരാധിക്കേണ്ടതായ കാര്യമില്ല. നമ്മുടെ നായകനും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആശ്രയവും കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേയൊരു മധ്യസ്ഥനാണ്, അവൻ കർത്താവായ യേശുക്രിസ്തു. ഈ ദിവസം യേശുവിൽ നാം ആശ്രയിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് അതാണ്. ചില സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ വിട്ടിട്ട് പോയ സമയങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡിപ്രഷനിലേക്ക് പോയില്ല. ഡിപ്രഷനിലേക്ക് ചെല്ലേണ്ടതായ സ്ഥിതി വന്നു. എന്നാൽ എൻ്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായ സാഹചര്യം ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് ഇതുവരെ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും അവങ്കലേക്ക് നോക്കുന്നു. ഏതു സാഹചര്യം വന്നാലും അവങ്കിലേക്ക് നോക്കുന്നത് കൊണ്ട് അവൻ കൈവിടുകയില്ല. എത്ര കഷ്ടതയുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും. കഷ്ടതയില്ലാതെ ദൈവവേലയില്ല, ത്യാഗമില്ലാതെ വേല ചെയ്യാൻ കഴിയില്ല, വിശ്വാസമില്ലാതെ വേല ചെയ്യാൻ കഴിയില്ല, പ്രാർത്ഥനയില്ലാതെ വേല ചെയ്യാൻ കഴിയില്ല, നഷ്ടം അനുഭവിക്കാതെ ദൈവവേല ചെയ്യുവാൻ കഴിയില്ല. യഥാർത്ഥമായ ദൈവത്തിന്റെ വേല കണ്ണുനീരാണ്, വിയർപ്പാണ്, കഷ്ടതയാണ്, പോരാട്ടമാണ്, ആത്മാക്കളെ രക്ഷിക്കണമെന്ന ഭാരമാണ്. ഈ അന്ത്യകാലത്ത് ഒരുപാട് ദൈവിക ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആളുകളെ വഴിതെറ്റിക്കളയുന്ന സമയത്ത് വേദനയുണ്ടാകാറുണ്ട്. എല്ലാ മക്കളും രക്ഷിക്കപ്പെടേണ്ടതിന്, എല്ലാ ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, എല്ലാ വിഷയത്തിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. മോശ നമുക്ക് നല്ല മാതൃകയായിരിക്കുന്നു. മോശയെ അനുഗ്രഹിച്ച ദൈവം, മോശയെ തിരഞ്ഞെടുത്തതായ ദൈവം, മോശയെ ഉപയോഗിച്ചതായ ദൈവം ഈ അന്ത്യകാലത്ത്, ഈ കഷ്ടത നിറഞ്ഞതായ ഈ കാലത്ത് നിങ്ങളെയും ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ വിശ്വസ്തയോടെ ആയിരിക്കുക. ഒന്നുകിൽ ശീതവാനാകൂ, അല്ലെങ്കിൽ ഉഷ്ണവാനാകൂ. ശീതോഷ്ണവാനാകുകയാണെങ്കിൽ ഉമിഴ്ന്നു കളയുമെന്നാണ് പറയുന്നത്. ഈ ദിവസം മുതൽ എന്റെ ജീവിതത്തിൽ യേശു കർത്താവാണ് പ്രധാനം. അവനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഒരുക്കമാണ്. എത്ര നിന്ന സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. എന്തെല്ലാം നഷ്ടമാക്കുവാനും ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയൂ. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിശാച് വഞ്ചിക്കും, പിശാച് ആകർഷിക്കും. എന്നാൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നതായ നീ ഇതിൽ വീണുപോകാതെ ക്രൂശെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസ്തയോടുകൂടി അനുഗമിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാം. ഇതാ കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നവർ നിങ്ങളുടെ വലം കൈ ഉയർത്തിപ്പിടിക്കുക. ദൈവസന്നിധിയിൽ നമുക്ക് ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിയ നിന്റെ മക്കളെ നോക്കണമേ. നിർബന്ധപൂർവം അല്ലാതെ അവരുടെ ഹൃദയത്തിലെടുത്ത തീരുമാനമനുസരിച്ച് അവർ കരങ്ങൾ ഉയർത്തിയിരിക്കുമ്പോൾ അവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവിനു വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നവരെ നീ എഴുന്നേൽപ്പിക്കണമേ. വചനം അനുസരിക്കുവാൻ ഞങ്ങളെല്ലാം നീ സഹായിക്കണമേ. പാപത്തിന് കീഴടങ്ങുന്നവരായി തീരുവാൻ പാടില്ല. പിശാചിന് കീഴ്പ്പെടുന്നവരായി തീരുവാൻ ഒരിക്കലും പാടില്ല. ഞങ്ങൾ ലോകത്തിലേക്ക് തിരിയുന്ന ആളുകളായിരിക്കുവാൻ പാടില്ല. ആ ക്രൂശിനെ സ്നേഹിക്കുന്ന ആളുകളായിട്ട്, ആ ക്രൂശിനെ അനുഗമിക്കുന്നതായ ജനമായി ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമേ. അവരിൽ ഓരോ വ്യക്തികളെയും നീ ആയിരക്കണക്കിന് വർദ്ധിപ്പിക്കുവാനിടയായല്ലോ. മോശയെ നീ എത്രമാത്രം അനുഗ്രഹിച്ചു. ഒരു രാജ്യത്തെ ഉപേക്ഷിച്ചു കളഞ്ഞപ്പോൾ, ഒരു സിംഹാസനം തള്ളിക്കളഞ്ഞപ്പോൾ 20 ലക്ഷം ജനത്തെ 40 വർഷങ്ങൾ നടത്തുവാൻ കഴിയുന്നതായ ഒരു നേതാവായിട്ട് നീ തിരഞ്ഞെടുക്കുവാനിടയായി. നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കുള്ളതായ ചെറിയ ചെറിയ കഷ്ടതകൾ, ചെറിയ ചെറിയ ഞെരുക്കങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ, ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മുൻപിൽ ആനയെപ്പോലെ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ മുൻപിൽ ഗോലിയാത്തിനെ പോലെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവം എത്ര വലിയവനാണെന്ന് അറിയുമ്പോൾ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ശക്തി നിനക്കുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ.
ഞങ്ങളുടെ നിന്ദകൾ സഹിച്ച കർത്താവേ, ഞങ്ങളുടെ ശാപങ്ങൾ മാറ്റിയ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി യാഗമായിട്ട് ഞങ്ങളെ വിടുവിച്ചതായ ദൈവമേ, നിന്നെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നിന്ന വലിയ ഭാഗ്യമായി എടുക്കുവാൻ, തൻ്റെ ജനത്തിനോടൊപ്പമുള്ള കഷ്ടം വലിയ ഭാഗ്യമായിട്ടെടുക്കുന്നതിന് പ്രധാനമായി ഇവിടെയുള്ളതായ സകല യൗവനക്കാർക്കും സഹായം കൊടുക്കണമേ. യൗവന പ്രായത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്റെ കയ്യാൽ അനുഗ്രഹിക്കപ്പെട്ട് നിന്റെ സാക്ഷികളായി ഉപയോഗിക്കപ്പെടുവാൻ സഹായിക്കണമേ. സകല വിധത്തിലുള്ള രോഗങ്ങളെയും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ്. മാനസിക വേദനയിൽ നിന്നും, ശാരീരിക രോഗത്തിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും, കുടുംബത്തിലെ പ്രശ്നത്തിൽ നിന്നും, ജോലിയിലെ പ്രശ്നങ്ങളിൽ നിന്നും, നിന്റെ മക്കൾ ഏതെല്ലാം ഞെരുക്കത്തിലായിരിക്കുന്നോ അവയെല്ലാത്തിൽ നിന്നും ഈ ദിവസം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുമാറാകണമേ. നീ ഞങ്ങളുടെ രാജാവാണ്, നീ ഞങ്ങളുടെ കർത്താവാണ്, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണെന്ന് പറഞ്ഞതായ ദൈവമേ, നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിടുതലുണ്ട്, നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. നിന്റെ കൃപയെ ഞങ്ങളുടെ മേൽ പകരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ